ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ക്യാരറ്റ് വെച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലെ ഒരു 5 പീസ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ക്യാരറ്റിന് അങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല, നിങ്ങൾക്ക് എത്രത്തോളമാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുക്കാം. ഞാനിവിടെ കുറച്ച് ചെറിയൊരു ക്യാരറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒരു 5 എണ്ണം. ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് പീൽ ചെയ്ത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ക്യാരറ്റിന് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. വലിയ ഗ്രേറ്ററിൽ വെച്ചിട്ട് ചെയ്യരുത് കേട്ടോ, ചെറിയ ഹോളുള്ള ഗ്രേറ്ററിൽ വെച്ചിട്ടാണ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കേണ്ടത്. ഇനി ഞാനിവിടെ ഇതുപോലൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1-2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുള്ള അണ്ടിപ്പരിപ്പ് ഒന്നിട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പ് ഒരു പകുതി മൂപ്പായിട്ട് വരുമ്പോൾ നമുക്ക് കുറച്ച് കിസ്മിസും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് രണ്ടും കൂടെ ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ക്യാരറ്റ് നന്നായിട്ട് തന്നെ നെയ്യിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോഴുള്ള ആ ക്യാരറ്റിൻ്റെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറിക്കിട്ടുള്ളൂ. നമ്മൾ വഴറ്റിയെടുക്കുന്ന സമയത്ത് നെയ്യ് കുറവാണ് തോന്നുകയാണെങ്കിൽ ആ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ മൊത്തത്തിൽ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഒന്ന് ഡ്രൈ ആയി വന്ന സമയത്ത് ഞാൻ 1 ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇത് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ പഞ്ചസാരയൊക്കെ മെൽറ്റായിട്ട് അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരും കേട്ടോ. ഇപ്പോൾ ക്യാരറ്റിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറിയിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാരയിലുള്ള വെള്ളം കൂടെ ചേർന്നുകൊണ്ട് ഇതൊന്ന് കുഴഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ക്യാരറ്റൊക്കെ. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഫ്ലെയിം ഓഫാക്കി നമുക്ക് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ ഒരു 1/2 കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഉപ്പുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ സാധാരണ പുട്ടിനൊക്കെ പൊടി നനയ്ക്കുന്നത് പോലെ തന്നെ ഒന്ന് നനച്ചെടുക്കാം. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പുട്ടുകുറ്റി ഇതുപോലെ ഒന്ന് നനച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം ഈ ഒരു ക്യാരറ്റിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം. എത്രത്തോളമാണോ ലെയറിൽ വേണ്ടത് അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിൽ പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ക്യാരറ്റിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കുക. വീണ്ടും അതിൻ്റെ മുകളിൽ പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഈ ഒരു കുറ്റി ഫുള്ളാവുന്നത് വരെ ഇതുപോലെ നിറച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ആവിയിൽ സാധാരണ നമ്മുടെ പുട്ടുകുറ്റിയിൽ വെച്ചിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ആവി വരുന്നത് വരെ വേവിച്ചെടുക്കാം. ആവി വന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഹെൽത്തി ആയിട്ടുള്ള ക്യാരറ്റ് പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു പുട്ടാണ്, കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാത്തവർ അതും കൂടെ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്